ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് വെസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിയാലി ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഹരിയാലി ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ. എന്നാൽ നല്ല ജ്യൂസി ആയിരിക്കുന്ന, കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയാം. നമ്മൾ ഓവർനൈറ്റ് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യണതാണ് കേട്ടോ. നല്ല ജ്യൂസിയാണ് ഉള്ളിൽ. എന്നാലോ നമുക്ക് കണ്ടാലിങ്ങനെ കൺട്രോൾ വിടും കേട്ടോ. ഒരിക്കലും നമുക്കത് പിന്നീട് കഴിക്കാതെ വെക്കാൻ പറ്റില്ല. ആദ്യമായി തന്നെ നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം കേട്ടോ. പിന്നെ ചിക്കൻ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഇളയ ചിക്കൻ തന്നെ മേടിക്കണേ, മൂത്ത ചിക്കൻ മേടിക്കരുത്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പിടി മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. അതിലേക്ക് ഒരു പിടി തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അതല്ല നിങ്ങൾക്ക് പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പുതിനയും ചേർക്കാം. അതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി വലിയ അല്ലി ഇതിൻ്റെ പേരിലാണ് കേട്ടോ. ചെറുതാണെങ്കിൽ നമ്മളൊരു 6 വേണമൊക്കെ ചേർക്കുക. അതുകൊണ്ട് തന്നെ 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒരു മീഡിയം സൈസ് സവാള വളരെ തിന്നാക്കി അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചതില്ലേ, വറുത്ത് പൊടിച്ചത്, അത് 1/2 ടീസ്പൂൺ. പിന്നെ അതോടൊപ്പം തന്നെ ഏലക്കായ പൊടിച്ചത് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ നമ്മുടെ കസൂരി മെത്തിയില്ലേ, അതും കൂടെ ഉണ്ടോ ചേർത്ത് കൊടുക്കണത്. ഇപ്പോൾ 1 കിലോ ചിക്കനിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് കേട്ടോ ചേർക്കണത്. ഇനി നമുക്കിത് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഇതിൽ മുളകൊന്നും ചേർത്തിട്ടില്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ് വരുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഗ്രീൻ ചില്ലി സോസ്, അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് കേട്ടോ ഈ ചിക്കൻ ഉണ്ടാക്കണത്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഓണിയൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലില്ലേ, അതാണ് കേട്ടോ ചേർക്കേണ്ടത്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാലകളൊക്കെ ചേർക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാലയ്ക്ക് ശരിക്കും എനിക്കൊരു 100 ലൈക്കെങ്കിലും നിങ്ങൾ തരണം, അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു മസാലയാണിത്. ഇനി നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് കേട്ടോ. അധികം പുളിയൊന്നും ഇല്ലാത്ത കട്ട തൈരില്ലേ, അതൊന്ന് അരിപ്പയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം നമ്മൾ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. തൈരും ഈ മസാലകളൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ വരകളിലൊക്കെ ഞാനിങ്ങനെ എല്ലാ ചിക്കൻ പീസിലും ഇങ്ങനെ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ശരിക്കും ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മസാല തിരുമ്മി പിടിപ്പിക്കുക. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ ഇത് 1 kg ചിക്കനാണ് കേട്ടോ, 1 കിലോനുണ്ട് ഈ ചിക്കന്. അപ്പോൾ അതിലേക്കുള്ള മസാലകളാണ് ഞാൻ പറഞ്ഞേക്കണത്. അപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു കേട്ടോ മസാലകളൊക്കെ എന്തൊക്കെയാണ് എത്രയൊക്കെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങളിനി ഈ ചിക്കൻ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഓണാക്കി വെക്കുക. എന്നിട്ട് ഇത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയിട്ടാ. ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ ആണ് ഒന്നും കൂടി നല്ലത് കേട്ടോ. ഓവർനൈറ്റ് ആട്ടോ ഫ്രിഡ്ജിൽ വെച്ചേക്കണത്. ഇനി നമുക്ക് എയർ ഫ്രയറിൻ്റെ ട്രേ എടുക്കുക. എന്നിട്ട് അതിൽ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് എയർ ഫ്രയർ ഒന്ന് 185 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ഈ പീസുകൾ നമുക്ക് ഈ എയർ ഫ്രയറിൻ്റെ ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എയർ ഫ്രയറിലോട്ട് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം 185 ഡിഗ്രി തന്നെ 10 മിനിറ്റ് ഒരു വശം വേവിച്ചെടുക്കാം. നമ്മൾ സെറ്റ് ചെയ്യണത് 20 മിനിറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ആദ്യം ഒരു വശം വേവിക്കുക. അതിനുശേഷം അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ടൊന്ന് ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 10 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേവും. ലാസ്റ്റ് നമുക്കൊരു 200 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അവസാനം. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റിൽ ഇതേപോലെയാണ് വെന്ത് കിട്ടിയാക്കണത്. ഇനി നമുക്ക് എല്ലാ പീസുകളൊന്നും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പികളും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവർ കേട്ടോ, അതിനു മുമ്പ് ചെയ്തവർ വീണ്ടും വീണ്ടും ചെയ്യല്ലേ. അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബട്ടറിൽ ഇതിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല മണ്ണായിരിക്കുള്ളൂ കേട്ടോ.
അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റിന് നമ്മൾ എടുത്തിട്ടാണല്ലോ ഈ പട്ടൊക്കെ തേച്ച് കൊടുക്കുന്നത്. ആ സമയത്ത് ഓവൻ്റെ ഡോറ് അടക്കരുത്. സോറി, ഓവണല്ല കേട്ടോ, എയർ ഫ്രയർ. അപ്പോൾ രണ്ടാമത് നമ്മളിത് വെച്ച് കൊടുത്തതിന് ശേഷം ഡോർ അടച്ചാൽ ബാക്കിയുള്ള 10 മിനിറ്റ് അവിടെ നിന്ന് കുക്കായിക്കോളൂ കേട്ടോ. ആ 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 200 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കണ സമയത്ത് ഇതുപോലെ ആയിട്ടുണ്ടാവും പുള്ളിക്കാരൻ്റെ അവസ്ഥ. അപ്പോൾ ഇതേ അടിപൊളിയായിട്ടുള്ള ഹരിയാലി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇവിടെ കിട്ടിയാൽ ഇനി എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ നോമ്പൊക്കെയല്ലേ വരണത്, അപ്പോൾ അതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു എയർ ഫ്രയർ കരസ്ഥമാക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അധികം എണ്ണയിലൊന്നും മുങ്ങി കളിക്കാത്ത പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. കുറച്ചൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് നോമ്പിന് പോവാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ, നിങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയോ പൊറോട്ട എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചോട്ടാ. പിന്നെ ഈ ചിക്കൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ ചിക്കനൊന്നും ബാക്കി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണേ.